ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്താണ് ഓക്സിജനോ ഓക്സിജനോ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഓക്സിജനോ ഭയങ്കര സംഭവമാണ്. ഇനി 2030 ലോകത്തെ 1-ാം നമ്പർ കമ്പനിയാവും, 2025 ഇന്ത്യയിലെ 1-ാം നമ്പർ കമ്പനിയാവും എന്നൊക്കെ പറയുന്ന ഒരു കമ്പനിയുടെ ചില കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ എന്താ പറയുക, അയ്യൂബ് ഖാൻ്റെ ഒരു വലിയൊരു മീറ്റിങ്ങിനെ കുറിച്ച് രാവിലെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യൂബ് ഖാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഒരു പ്രിയ മധു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒരു ഡോക്ടർ പോലെയൊക്കെ ഉണ്ട്, പിന്നെ ഒരു വെള്ളക്കുപ്പായം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. ഞാനത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഹലോ സർ, ഡു യു നോ ടു റീഡ് ഇംഗ്ലീഷ്? പ്ലീസ് go to our Oxy website, read carefully. They had given all the proof related to their product. I think your work is to misguide people, Kerala people. Idiot. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, വെബ്സൈറ്റ് എല്ലാം ഉണ്ട് എന്നാണ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് നോക്കിയതാണ്. ഒരു ഡമ്മി വെബ്സൈറ്റാണ് അതിൽ യാതൊരു വിധ കുന്തവും ഇല്ല എന്ന് പറയാം. ഒരു കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ഡമ്മി വെബ്സൈറ്റ്, ടെംപ്ലേറ്റ് വെബ്സൈറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാമേശൻ, എനിക്കൊക്കെ നല്ലൊരു പൈസ മേടിക്കുന്നില്ലേ കാമേശൻ? എനിക്ക് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്തൂടെ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ അവസ്ഥയ്ക്ക് ഞാൻ ഒന്നുകൂടി നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ വെബ്സൈറ്റിൽ ഒരു ഫസ്റ്റ് തന്നെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇപ്പോൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രൊഡക്റ്റാണ്. 24,450 ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, AI Pro എന്ന് പറഞ്ഞിട്ട്. പിന്നെ AI 12,500. ഇതൊക്കെ മറ്റേ ജിനിലിൻ്റെ മറ്റേ പരിപാടി ആയിരിക്കും. AI ഒരു പ്രൊഡക്റ്റ് 24,000 25,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂളിംഗം വരുന്ന പരിപാടി തന്നെ ആയിരിക്കാം, അല്ലാതെ ഇതിൽ നിന്ന് പൂളിംഗം വരുമായിരിക്കും. പിന്നെ 8,250 പ്രോഡക്റ്റ് ഉണ്ട്, 9,000 പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ 3,000 ഉണ്ട്, 8,000 ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത കരിഞ്ജീരകം 2,750. മാർക്കറ്റിൽ 48 രൂപക്ക് 100 ഗ്രാമിന് 48 രൂപയുള്ള കരിഞ്ജീരകം ഇവന്മാർ വിൽക്കുന്നത് 2,750 രൂപക്കാണ്. 2,750 കരിഞ്ജീരകത്തിന്. അപ്പോൾ എന്താണ് സംഭവം എന്നറിയില്ല. എന്താണ് ഇനിയിപ്പം സ്വർണ്ണാറ്റ പൊടിച്ചിട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവരുടെ കരിഞ്ജീരകം ചിലപ്പോൾ കറുത്തിട്ടായിരിക്കില്ല, ചിലപ്പോൾ സ്വർണത്തിൻ്റെ കളറായിരിക്കും. സ്വർണത്തിനൊക്കെ ഇന്ന് റെക്കോർഡ് വിലയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്. ലിങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ കുറേ സ്ലൈഡ് ഷോ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലത് ഇങ്ങോട്ട് നീങ്ങുന്നു, ചിലത് ഇങ്ങോട്ട് നീങ്ങുന്നു. അങ്ങനെയുള്ള സംഭവമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതെന്തൊക്കെയാണ് ഉള്ളത്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് ഡയലോഗ് അടിക്കട്ടാ. അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും മറ്റേ ലോകത്തിലെല്ലാവരുടെയും സർട്ടിഫിക്കറ്റും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളോട് അതിൻ്റെ ഒരു ഇങ്ങനെ കരിഞ്ജീരകമായാലും വേണ്ടിയില്ല, മഞ്ഞൾ പൊടിയായാലും വേണ്ടിയില്ല, എന്തായാലും ഒന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തോളാം. ഈ മണി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മണി ചേഞ്ച് ചെയ്യുക. അല്ലാതെ വീരവാദം മുളക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ സംഭവങ്ങൾ പൂട്ടിക്കിട്ടും. ഇപ്പോൾ ഇതാണ് കാര്യങ്ങൾ. ധൈര്യം ഉണ്ടെങ്കിൽ ആ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, എത്ര ഗ്രാമാണ്, ഇതിലെന്തൊക്കെയാണ് ഉള്ളത്, ഈ കരിഞ്ജീരകം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്, ഏത് രോഗമാണ് ഈ കരിഞ്ജീരകം കൊണ്ട് മാറ്റുന്നത്, 2,750 രൂപ എങ്ങനെയാണ് ഈ വരുന്നത്, മാർക്കറ്റിൽ 48 രൂപക്ക് കിട്ടുന്ന സാധനം എങ്ങനെയാണ് 2,750 രൂപയാകുന്നത്. ഇതിനെക്കാട്ടും നല്ലത് കമ്പിപ്പാല എടുത്തിട്ട് കക്കാൻ പോകുന്നില്ല. എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചിട്ട് ജീവിക്കുന്നത്? ഒരുത്തൻ്റെ വീട്ടിൽ BOP പോവുക, എന്നിട്ട് അവിടെ അവനെ കൊന്നിട്ട് പൈസ എടുക്കുക. ഇതാണ് ഇതിനെക്കാട്ടും നല്ലത്. അല്ലാതെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ട് എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത്? അപ്പോൾ ബൈ, കൂടുതലൊന്നും പറയാനില്ല. ബൈ.